എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തോൾവേദനയെക്കുറിച്ച് നോക്കാം. ഇന്ന് ഒട്ടനവധി പേർ അനുഭവിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് ഈ തോൾവേദന എന്ന് പറയുന്നത്. പണ്ട് പ്രായമായവരിൽ വരികയാണെങ്കിൽ ഇന്ന് ചെറുപ്പക്കാർ മുതൽ തോൾവേദന അനുഭവിക്കുന്നവരുണ്ട്. ഒട്ടേറെ ചികിത്സ നടത്തിയിട്ട് തോൾവേദന മാറാതെ ഇനി എന്താണെന്നുള്ള ഇതിലാണ് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിലേക്ക് പലരും വരുന്നത്. ചിലർ ഇതിനെ കുറിച്ച് കുറേ ഡോക്ടേഴ്സിനെ കാണിച്ച് മാറി മാറി കാണിച്ച് ലാസ്റ്റ് എക്സ്റേ സ്കാനിങ് എല്ലാം ചെയ്യുമ്പോൾ പറയും അവിടെ തേയ്മാനമാണെന്ന് പറയാറുണ്ട്. പ്രധാനമായിട്ട് തോൾ ഭാഗത്തുള്ളത് 3 എല്ലുകളാണ്. ഒന്ന് കൈയിലൂടെ വരുന്ന ഹ്യൂമറസ് ബോൺ എന്ന് പറയും. രണ്ടാമത് നെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഷോൾഡറിലേക്ക് വരുന്ന കോളർ ബോൺ അല്ലെങ്കിൽ ക്ലാവിക്കൽ ബോണ്. മൂന്നാമത്തതാണ് മുതുകല്ല്, സ്കാപ്പില അല്ലെങ്കിൽ കൈപ്പലക എന്ന് പറയുന്നത്. ഇത് 3ഉം ആണ് അവിടെയുള്ള എല്ലുകളായിട്ട് പറയപ്പെടുന്നത്. ഇതിനെ ചുറ്റി കൊണ്ട് കാറ്റിലേജ് എന്ന തരുണാസ്ഥി സ്ഥിതി ചെയ്യുന്നു. ഇതിന് ആണ് റൊട്ടേറ്റഡ് കാഫ് എന്ന് പറയുന്നത്. ഇവിടെ 4ഓളം ടെൻഡനുകളുണ്ട്. ഇവയ്ക്ക് ഏതിലെങ്കിലും വരുന്ന വിഷമങ്ങളാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഇത് തോൾവേദനയായിട്ട് പറയുന്നത്. സാധാരണ പണിയൊക്കെ എടുക്കുന്നതിന് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കൈ ഉയർത്താൻ നോക്കുമ്പോൾ ഇപ്പം ബസ്സിൽ പിടിക്കുന്ന അല്ലെങ്കിൽ തുണി ആറിയിടാൻ വേണ്ടിയിട്ട് അയലയിൽ പിടിക്കുമ്പോൾ കൈ അങ്ങ് പൊന്തിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ മുടി കെട്ടാൻ വേണ്ടിയിട്ട് മുടി ചീകാൻ വേണ്ടിയിട്ടൊക്കെ കൈ പൊന്തിക്കുമ്പോഴായിരിക്കും ആ പെയിന് കാണുന്നത്. അപ്പോഴായിരിക്കും പിന്നെ നമ്മൾ ആദ്യം വലിയ കാര്യമാക്കുമെങ്കിലും ഈ പെയിന് കൂടി പിന്നെ നമ്മൾ ചികിത്സയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒന്നാമതെന്ന് വെച്ചാൽ നല്ല തടിയുള്ളവരാണെങ്കിൽ ഇവിടെ ഫാറ്റ് അടിഞ്ഞുകൂടി നമുക്ക് ആ ഒരു ഭാഗത്ത് വേദന ഉണ്ടാകും. ചിലയാൾക്ക് പ്രമേഹത്തിന് മരുന്ന് കുടിക്കുന്നവർ, ചിലയാൾക്ക് ആർത്രൈറ്റിസ് വാത സംബന്ധമായിട്ട് ആ ജോയിന്റിന് പെയിൻ ഉള്ളവരുണ്ട് വേദന. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതശൈലി മാറ്റാത്തത് കൊണ്ടാണ് നമുക്കത് കൂടുതൽ അവിടെ പ്രയാസമായിട്ട് വരുന്നത്. എന്നു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സെർവിക്കൽ ബോണിലാണ് തല സ്ഥിതി ചെയ്യുന്നത്. തലയുടെ വെയിറ്റ് തേച്ചും സെർവിക്കൽ ബോണിലാണ്. നമ്മൾ കുനിഞ്ഞു നിന്ന് എടുക്കുന്ന ജോലി, സ്ഥിരമായിട്ട് കുനിഞ്ഞു നിൽക്കുന്ന ജോലി ചെയ്യുന്നത്, അതായത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ വായിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ബോണിന്റെ ആ ഒരു വിഷമം കൊണ്ടും ഇവിടെ പ്രയാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതശൈലിയിലൊന്ന് മാറ്റം വരുത്തിയാൽ ഈ കാര്യങ്ങൾ മാറാൻ വേണ്ടി പറ്റുന്നത് കാണാം. പിന്നെ ഇവിടെയുള്ള പെയിന് മെയിനായിട്ട് കാരണം പറയാം നമ്മുടെ ഇമോഷണൽ ഇംബാലൻസ് ആണ്. കാരണം എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമുക്ക് എത്രമാത്രം സ്ട്രെസ് നമ്മൾ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അത് നമുക്ക് ഓരോ ജോയിന്റിലും പെയിനായിട്ട് മാറുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഷോൾഡർ പെയിൻ എന്ത് മരുന്ന് കുടിച്ചാലും അത് മാറാതെ ഇരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഭയത്തോടെ ഇരിക്കുന്നത്, ഭയം എപ്പോഴും എന്തിനെങ്കിലും പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയുള്ളവർക്കും നമുക്ക് ആ ഭയം റിലീസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ ഷോൾഡർ പെയിനായിട്ട് മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. അക്യുപഞ്ചർ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിൻ്റെയും ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെയും ഊർജ്ജബാധയ്ക്കുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിഡ്നിയും യൂറിനറി ബ്ലാഡർ ആ ഒരു ഊർജ്ജബാധക്കുള്ള വ്യതിയാനം നമുക്ക് ഷോൾഡർ പെയിനായിട്ട് മാറാറുണ്ട്. ഇത് നമ്മൾ പൾസ് നോക്കി ചികിത്സിക്കുമ്പോൾ ഏത് എലമെന്റിനാണോ വ്യത്യാസം അവിടെ ഒന്ന് പോയിന്റ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഏറ്റവും നല്ലോണം നിങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് 4G എന്ന് പറയുന്നത്. വിശപ്പുള്ളപ്പോൾ മാത്രം ആഹരിക്കുക, അത് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം. രാത്രി സമയങ്ങളിൽ വിശക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് പോലുള്ള വേഗം ദഹിക്കുന്നത് കഴിക്കുകയും 9 മണിക്ക് തന്നെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നുറങ്ങുന്ന ഒരു ശീലം ഉണ്ടാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വെള്ളം ദാഹത്തിന് മാത്രം, ഓവറായിട്ട് വെള്ളം കുടിക്കുന്നത് ജോയിന്റ് പെയിൻസ് കൂട്ടും. അപ്പം എന്ത് ചെയ്യാം, വെള്ളം ദാഹിക്കുമ്പോൾ ദാഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കുടിക്കുക. ദാഹം ഇല്ലെങ്കിൽ വളരെ കുറച്ച് വെള്ളം, അത് പച്ചവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ ചായ, കാപ്പി, വേറെ എന്ത് വെള്ളമാണെങ്കിൽ അത് ഫുഡായിട്ടാണ് കണക്കാക്കുക. നിങ്ങൾ ദാഹിക്കുന്നതെന്ന് വെച്ച് ജ്യൂസ് കുടിക്കുന്നതെല്ലാം സാധാരണ പച്ചവെള്ളമാണ് ആ ദാഹത്തിൻ്റെ ടൈമിന് കൊടുക്കേണ്ടത്. വിശക്കുമ്പോൾ മാത്രമാണ് ജ്യൂസുകളും ചായ, കാപ്പി അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ബേക്കറി ഐറ്റംസും അതുപോലെ തന്നെ
എന്താണ് കൂടുതലായിട്ട് നമ്മൾ എഡിഷൻ ആവുന്നത്. ചായ സ്ഥിരമായിട്ട് കുടിക്കുന്ന വ്യക്തിയാണെങ്കിൽ കോഫി സ്ഥിരമായിട്ട് അതൊക്കെ ഒന്ന് ആ ടൈം മാറ്റി വെച്ചുകൊണ്ട് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം പെട്ടെന്ന് മാറാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ഇംബാലൻസ്, അതായത് നമുക്ക് ഉള്ള ചിന്തകൾ, ഈ പേടി, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് പല ടെക്നിക്കുകളും ഉണ്ട്. ഇതിലെങ്കിലും പോയി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സ്ട്രെങ്തൻ വെക്കുന്ന ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ വളരെ സുഖമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ഇന്ന് യൂട്യൂബിൽ ഇഷ്ടംപോലെ ഫ്രീ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സമയമില്ല എന്ന് വെച്ചിട്ട് പലതും ചെയ്യാണ്ടൊക്കെയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ചില ആൾ പറയും പുറത്ത് നടക്കാൻ പോകാൻ കഴിയില്ല. നമ്മുടെ ബോഡിക്ക് ഒരു മൂവ്മെന്റ് ഒരിക്കലും കൊടുക്കുന്നില്ല. ഇന്നത്തെ ജോലികളൊക്കെ നമുക്ക് ബോഡി മൂവ്മെന്റ് ഇല്ലാത്ത ജോലികളാണ് അടുക്കളയിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ നിന്നൊക്കെ നെറ്റിൽ നിന്നൊക്കെ ഒരു 20 മിനിറ്റ് വ്യായാമം നമുക്ക് എവിടെയും പൈസ കൊടുക്കണ്ട, വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു മനസ്സ് വെച്ചാൽ പോലും എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ജോലിക്ക് പോകുന്നവരാകുമ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെയാണ് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ, ദുഃഖങ്ങളും ഭയങ്ങളും കൂടുതലാകുമ്പോൾ അത് നമ്മളെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റുമ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ മാറുന്നത് കാണാം. ഇതൊന്ന് റിലീസ് ചെയ്യാണ്ട് മരുന്ന് കുടിക്കുന്നത് കൊണ്ടാണ് അത് പ്രയാസത്തിലേക്ക് പോവുകയും പിന്നീട് അവിടെ സർജറി പോലെയുള്ള വേണമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ അതിൻ്റെ മെന്റൽ ബാലൻസും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തോൾവേദന എന്നുള്ള പ്രയാസം മാറിക്കിട്ടുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, താങ്ക് യു.